CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. BJP നേതൃത്വവുമായി അടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസുമായി കഴിഞ്ഞ രണ്ടാഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപിന്റെ നിർണായക നീക്കം. കടവല്ലൂർ അന്യോന്യത്തിന് തുടക്കമായി. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം ബ്രോഷർ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. പന്നിത്തടം സെന്ററിലെ ഹനുമാൻ പ്രതിഷ്ഠ പൊളിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷവും BJP വികസനത്തിനെതിരെന്ന പ്രചരണവും CPM തിരക്കഥയെന്ന് BJP മധ്യമേഖലാ ഉപാധ്യക്ഷൻ അനീഷ് എയ്യാൽ. പന്നിത്തടം സെന്ററിൽ ചേർന്ന പ്രതിഷേധ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തിച്ചൂർ റോഡരികിലെ മണ്ണ് അധികൃതർ നീക്കം ചെയ്തു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലും കൂട്ടിയിട്ടിരുന്ന മണ്ണും കല്ലുകളും അപകടങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. വേലൂരിൽ തെരുവുനായ കുറുകെ ചാടി ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പഞ്ചായത്തിന്റെ മുൻവശത്താണ് അപകടമുണ്ടായത്. എടക്കളത്തൂർ സ്വദേശി രാമദാസിനാണ് പരിക്കേറ്റത്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വീണ്ടും സമരത്തിലേക്ക്. റേഷൻ വ്യാപാരികളുടെ വേതനം 2 മാസമായി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടകളടച്ച് ചൊവ്വാഴ്ച സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉത്സവാഘോഷങ്ങളിലെ ആനയെഴുന്നള്ളിപ്പുകളും വെടിക്കെട്ടുകളും ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കാറിനു പിറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കുടക്കുഴി അഞ്ചേരി വീട്ടിൽ 55 വയസ്സുള്ള ജയപ്രകാശിനാണ് പരിക്കേറ്റത്. കടങ്ങോട് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. കേച്ചേരിയിൽ നടക്കുന്ന അഹമ്മദിയ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. 500 തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനം ആചരിച്ചു. ഫൊറോന വികാരി ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. സഹായങ്ങൾക്ക് കാത്തുനിൽക്കാതെ മണികണ്ഠൻ യാത്രയായി. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടിയിരുന്ന എരുമപ്പെട്ടി ഉമിക്കുന്നിൽ വീരത്ത് വീട്ടിൽ 53 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. കുന്നംകുളത്തിന്റെ ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ അഡ്വക്കേറ്റ് PC മാത്യുവിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് LDF ഭരണസമിതി പ്രതിപക്ഷാംഗങ്ങളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. അണ്ടത്തോട് ബീച്ചിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം നിർവഹിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ശിലാസ്ഥാപന പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറും. വേലൂർ മണിമലർക്കാവ് ദേവി ക്ഷേത്രത്തിലെ കളമെഴുത്തുപാട്ടിന് തുടക്കമായി. 24-ാം തീയതി വരെയാണ് ചടങ്ങുകൾ നടക്കുക. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.